കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പാർട്ടിയെയും നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ഒരു 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 കാരണമായി ഇതിനെ കാണുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ രാഷ്ട്രീയം ഇരിക്കുന്നത്. വലിയ രീതിയിൽ പാർട്ടിയെ ആക്രമിക്കാൻ വേണ്ടി, സംഘടിതമായി ആക്രമിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളുടെ ഭാഗമാണിതെല്ലാം. അതിനെ ആ രീതിയിൽ ആ രാഷ്ട്രീയത്തെ ആണ് നമ്മൾ പറയുന്നത്. രാജേഷ് പുറപ്പാട്, CBI വന്നോട്ടെ, അന്വേഷിച്ചോട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അതിനെ തുടക്കത്തിലെ മുളയിലെ അങ്ങ് എതിർക്കുന്നത്? നമ്മൾ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചില പൊളിറ്റിക്കലായ കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ആ കേസ്, അവരുടെ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ വിഷമങ്ങൾ വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഉണ്ടായത്. അതിൽ ആ കുടുംബം നേരിടുന്ന ദുഃഖങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഇരിക്കുന്നത്, ഇത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടക്കം CBI അന്വേഷണത്തെ സംബന്ധിച്ചുള്ളൊരു കാര്യം അല്ലേ. അത് CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. കേരള പോലീസിൻ്റെ അന്വേഷണം നല്ല നിലയിലാണ് പോകുന്നത്. അതുകൊണ്ട് കേരള പോലീസിൻ്റെ അന്വേഷണം തന്നെ തുടരട്ടെ എന്നുള്ളൊരു നിലപാടാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും അടക്കമുള്ള നീതിപീഠങ്ങൾ കൈക്കൊണ്ടൊരു നിലപാട്. ഇപ്പോൾ ഒരു CBIയിലേക്ക് അന്വേഷണം പോകുമ്പോൾ അത് വളരെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. കാരണം CBI എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്വതന്ത്ര ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നല്ല ഇന്ന് എന്ന് നമുക്കൊക്കെ അറിയാം. ED ആണെങ്കിലും CBI ആണെങ്കിലും ഒക്കെ തന്നെ അതിന് UDF അതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും ഒരു കേസിൽ, ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരികയും അത് ഏതെങ്കിലും നേതാക്കന്മാരിലേക്കോ പാർട്ടിയിലേക്കോ എങ്ങനെയെങ്കിലും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പാർട്ടിയെയും നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ഒരു കാരണമായി ഇതിനെ കാണുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ രാഷ്ട്രീയം ഇരിക്കുന്നത്. പുതിയ സർക്കാർ രാഷ്ട്രീയ ചട്ടുകമായി ഈ കേസുകളെയൊക്കെ ഉപയോഗിക്കുന്നു, രാഷ്ട്രീയ പ്രേരിതമായി അത് നടത്തുന്നു, പക പോക്കുന്നു, അങ്ങനെയാണോ? അല്ല, അത് സ്വാഭാവികമാണല്ലോ. അത് സ്വാഭാവികമാണ്. KK രാഗേഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. KK രാഗേഷ് CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രാവിലെ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഇവിടെ തന്നെ എത്രയോ ഏജൻസികളുണ്ടെന്നേ. ഇവിടെ CBI മാത്രമല്ലല്ലോ ഉള്ളത്, പോലീസ് മാത്രമാണ് ഉള്ളത്, ക്രൈംബ്രാഞ്ച് പോലുള്ള ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികളുണ്ടല്ലോ. ഇതൊന്നും VD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറ്റത്തില്ല. CBI തന്നെ വേണം. അല്ല, കുടുംബം ആവശ്യപ്പെടുന്നത് CBI എന്നാണ്. സംസ്ഥാനത്തെ പോലീസിന്റെ ഏത് വിങ് അന്വേഷിച്ചു കഴിഞ്ഞാലും ഈ തെളിവുകൾ അട്ടിമറിക്കപ്പെടും, കേസ് ശരിയായ രീതിയിൽ പോകില്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടായി എന്ന് കുടുംബം പറയുന്നു. അപ്പൊ കുടുംബം ആവശ്യപ്പെടുന്നത് കോടതിയിലായാലും മുഖ്യമന്ത്രിക്ക് മുമ്പിലായാലും CBI ആണ്. ആ ആവശ്യം ന്യായമാണെന്ന് കാണുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത്. അല്ല, കുടുംബം സ്വാഭാവികമായിട്ടും കുടുംബം ആവശ്യപ്പെട്ടിട്ടാണല്ലോ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കുടുംബം പോയപ്പോൾ അവർ പറഞ്ഞെന്താണ്, അന്വേഷണം നല്ല നിലയിൽ നടക്കുന്നല്ലേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞത്. ആ ഒരു വസ്തുത ഇവിടെ നിലനിൽക്കില്ല. ആ വസ്തുതയെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെ സമീപിക്കാൻ പറ്റൂ. അല്ല, CBI ചെയ്ത് കളയാന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭയമല്ല. ഇതൊരു എന്തോ അല്ല, CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഇപ്പോഴും ഹൈക്കോടതിയുടെ മുൻപാകെ ഉണ്ട്. കോടതി വഴി ഇതിനകത്തൊരു തീർപ്പ് വന്നിട്ടില്ല. ഇപ്പോഴും തള്ളി നിഷേധിച്ചു എന്നൊക്കെ നമുക്ക് പറയാറായിട്ടില്ല. അല്ല, സുപ്രീം കോടതിയും നീതിപീഠം, ഏറ്റവും പരമോന്നത നീതിപീഠം, സുപ്രീം കോടതി അടക്കം CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല, അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു പറഞ്ഞ കാര്യമല്ലേ ഇത്? അതെന്താ അങ്ങനെയല്ലെന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അത് CBI അന്വേഷണം നടത്താതെ വന്നത്. കുടുംബം പല തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ശരിയല്ലേ? ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷേ CBI അന്വേഷണം വന്നില്ല. CBI അന്വേഷണത്തിന് ശുപാർശ കൊടുത്തിരിക്കുകയാണ് നമ്മളെ കേരള ഗവൺമെന്റ്. അപ്പോൾ ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഭയപ്പെടുത്താനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയപ്പെടുന്ന പാർട്ടിയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ. ഇപ്പോൾ ED അടക്കമുള്ള ആളുകൾ വരുന്നു, ഇതൊക്കെ കേന്ദ്ര ഏജൻസികൾ ഇനിയും വരും. നമുക്കറിയാം, അത് നമുക്ക് വലിയ രീതിയിൽ പാർട്ടിയെ ആക്രമിക്കാൻ വേണ്ടി, സംഘടിതമായി ആക്രമിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളുടെ ഭാഗമാണിതെല്ലാം. അതിനെ ആ രീതിയിൽ ആ രാഷ്ട്രീയത്തെ ആണ് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ആ കുടുംബത്തിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. ആ അർത്ഥത്തിൽ അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് ഇവിടെയുള്ള UDFന്റെ ഭരണകർത്താക്കളും കൂട്ടുപിടിക്കുന്നു
എന്നുള്ളതാണ്. അതിന്റെ പല തെളിവുകളും ഇനി വരാൻ പോവുക കേട്ടോ. രാജേഷ് ചെറുപ്പാട് എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണ വിജയനെ ഇ ഡി റെയ്ഡ് ചെയ്തപ്പോ ഇ ഡിയുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇ ഡി എങ്ങനെ ഉപയോഗപ്പെടുന്നു രാഷ്ട്രീയമായി എന്നതിലൂന്നി പിണറായി വിജയനെ വേട്ടയാടാൻ വരുന്നു എന്നുള്ള ഒരു നരേഷനിലൂടെ എന്ന് വെച്ചാൽ ആത്യന്തികമായി ആ കേസിന്റെ ലക്ഷ്യം പിണറായി വിജയനെ പൂട്ടലാണ് എന്നുള്ളത് വ്യാപകമായി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങുകയും അക്രമ സംഭവങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ഇന്ന് അവർക്കുമേൽ കേസ് അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത് കുറെ കൂടി ഇതിനേക്കാൾ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കേസായി നമുക്ക് പരിഗണിക്കാം. പക്ഷേ ഈ കേസിലേക്ക് നോക്കൂ, നവീൻ ബാബുവിന്റെ കേസ് ഇവിടെ CBI എന്ന് കേൾക്കുമ്പോഴേക്കേ ചാടിക്കയറി എതിർക്കുകയാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ. ഈ കേസിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഇവിടെ CBI വന്ന് അന്വേഷിച്ച് തെളിവ് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് തെളിയിക്കപ്പെടാൻ പോകുന്നത്? ഒരു ക്രൈം. ആ ക്രൈമിനകത്ത് കുറ്റവാളികളായ ആളുകൾ പാർട്ടിക്കാരാണെങ്കിൽ എന്താണ് വിട്ടുകൊടുക്കുക നിയമത്തിന്? അങ്ങനെ ചിന്തിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല ശ്രീ രാജേഷ്? അങ്ങനെ ചിന്തിക്കാൻ ഇതിൻ്റെ അകത്ത് വിഷയം എന്ന് പറയും. ഇപ്പം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിൽ ഏക പ്രതി എന്ന് പറയുന്നത് PP ദിവ്യ എന്ന് പറയുന്ന ഒരാളാണ് അല്ലേ. അപ്പം മറ്റാളുകളിലേക്ക് കേസ് എത്തുമെന്ന് ഭയന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അടക്കം അതിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ, അതിൻ്റെ വക്താക്കൾ ഇതിനെ എതിർക്കുന്നത് എന്നുള്ള വളരെ ലളിതവും ശുദ്ധ വിഡിത്തവും പറയുക. അങ്ങനെയല്ല, ഞാൻ അതാണോ പറഞ്ഞത്? ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ വർഗപരമായിട്ടുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇത് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് നമ്മൾ വർഗപരവും താത്വികപരവും ഉത്തരാധുനികപരവുമായിട്ടുള്ള ഇത് ലളിത യുക്തിയല്ലേ? അവിടെ ഒരാൾ ആത്മഹത്യ ചെയ്തു, അത് ആത്മഹത്യയാണോ, എങ്ങനെ അതിലേക്ക് നയിച്ചു എന്നുള്ള കാര്യകാരണങ്ങൾ പരിശോധിക്കണം. അത് വേണ്ട വിധത്തിൽ കഴിഞ്ഞ സർക്കാർ കാലത്ത് അന്വേഷണ സിസ്റ്റം പരിശോധിച്ചില്ല എന്നുള്ള ആക്ഷേപം ആ മരിച്ചയാളുടെ കുടുംബത്തിനുണ്ട്. അപ്പൊ അവർ CBI ഇഷ്ടപ്പെടുന്നു, CBI ആണ് അവർക്ക് വിശ്വാസം, അവർ CBI വരട്ടെ എന്ന് പറയുന്നു. CBI വന്നാലും ഇവിടെ അന്വേഷിച്ച് തെളിയിക്കപ്പെടാൻ പോകുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു, ഇനി അത് ആത്മഹത്യയാണോ അല്ലേ എന്നുള്ള കാര്യം അത്രയല്ലേ ഉള്ളൂ. അതിനെ എന്തിനാ പേടിക്കണം? അതെ കണ്ടോ, അത് ആത്മഹത്യയാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ഈ ന്യൂസ് ചാനൽ മുറികളിൽ ഇരുന്നു കൊണ്ട് വിധി പറയാനെന്ന് ഞാനാളല്ല. വിധി പറയുന്നവരൊക്കെ ഉണ്ടാകും, പക്ഷെ വിധി പറയാനെന്ന് ഞാനാളല്ല. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആരാണ് പ്രതി, ഒപ്പം സാങ്കല്പികമായി കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഭാവനയിൽ വീശി നറേറ്റ് ചെയ്യുന്നതിലൊന്നും ഞാൻ തൽക്കാലം തയ്യാറാകുന്നില്ല. ഞാൻ ഇവിടെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ അല്ലാതെ ഭാവനയിൽ നിന്നുകൊണ്ട് പല ആളുകളിലേക്കും സംശയം പോകുന്നു. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കും. മനസ്സിലായില്ലേ? ഇതിനെ വിമർശനാത്മകമായി കാണുന്നു. ഞാനൊന്ന് പറഞ്ഞു തീരട്ടപ്പാ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും പേര് 3 പേര് ഇരുന്നിട്ട് നിരന്തരം ഈ നരേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോ പോയിന്റിനും വെച്ചിട്ട് എതിർത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ പറയണ്ടേ? പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അതിനെ അനുവദിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? എനിക്കൊന്നും ചെയ്യാനില്ല. അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സ്റ്റുഡിയോ, നിങ്ങളുടെ ചാനൽ അല്ലേ. അപ്പൊ നമുക്ക് ഇടതുപക്ഷ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് എനിക്കൊരു മറുപടി പറയാനുള്ള ഒരു അവസരം മറ്റുള്ള ആളുകളെല്ലാം വലിയ ഗ്രാൻഡ് നരേഷൻ നടത്തിയല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്തരം വിധി പ്രഖ്യാപിക്കാനോ ഇതിനകത്ത് സംശയാസ്പദമായിട്ടുള്ള അപസർപ്പക കഥകൾ നനയാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമേ ഉള്ളൂ. ആ കാര്യം വളരെ രാഷ്ട്രീയമായ കാര്യമാണ്. എന്താണ് ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ വ്യക്തമായ കാര്യമാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ പരാതിയിന്മേൽ തള്ളിയിട്ടുണ്ട്. ഈ കേസ് വളരെ കൃത്യമായിട്ടാണ് അന്വേഷണം പോകുന്നത്. അന്വേഷണത്തിൽ അതിർത്തി ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ പരാതിയിലാണ്, വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൈക്കോടതി ആ കേസ് അതിന്റെ ആവശ്യമില്ല, പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിപ്പം PP ദിവ്യ എന്താണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കളിലേക്കൊക്കെ ഇത് കൊണ്ടെത്തിക്കാൻ അങ്ങനെ ഒരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാനുമാണ് ഇതിവിടെ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണെന്നറിയാമോ? അത് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് CBI ഇവിടെ വന്ന് CPM നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നുള്ള ഭയമല്ല. അങ്ങനെ ഭയക്കേണ്ടതായ ഒരു വിഷയവുമില്ല. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, അതിലൊന്നും യാതൊരു തർക്കവുമില്ലല്ലോ. PP ദിവ്യ അടക്കമുള്ള ആളുകളോട് എടുത്ത നിലപാട് അങ്ങനെ തന്നെയാണല്ലോ. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ ഈ വിഷയം ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവരവിടെ നിന്ന് രാജിവെക്കേണ്ട ഒരു നില ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമാണ്. അപ്പൊ എങ്ങനെയാണ് പാർട്ടി അപ്പൊ നമുക്കറിയാം. പക്ഷേ സംസാരിക്കുന്നതിന്റെ കാര്യത്തിൽ പ്രതിരോധിക്കാൻ അദ്ദേഹമേ ഉള്ളൂ. അദ്ദേഹം പറയട്ടെ. രാജേഷ് പൂർത്തീകരിച്ചോളൂ.
ഇടയ്ക്ക് കയറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആ പറയുന്നതിൻ്റെ ആ ഫ്ലോ അങ്ങ് പോകും. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഇങ്ങനെ ഗ്രാൻഡ് നരേഷൻ ഉണ്ടാക്കാത്തതുകൊണ്ടും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ CBI അന്വേഷണം വന്നിട്ടില്ല, വരട്ടെ, വരുവാണെങ്കിൽ വരട്ടെ. പക്ഷേ ഈ വരുന്നതിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് ഇന്ന് KK രാഗേഷ് പറഞ്ഞത് വളരെ കൃത്യമാണെന്നേ, വളരെ ശരിയാണ്. MP ജയരാജൻ പറഞ്ഞത് വളരെ ശരിയാണ്, വളരെ കൃത്യമാണത്. ഈ പറയുന്ന അന്വേഷണ ഏജൻസി പോലീസ് മാത്രമാണ് ഇവിടെ കേരളത്തിൽ അന്വേഷണ ഏജൻസി ഉള്ളത്. വേറെ എന്തെല്ലാം ഉണ്ട്, ക്രൈം ബ്രാഞ്ച് ഉണ്ട്, അങ്ങനെ എന്തെല്ലാം അന്വേഷണം. ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പൊ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആസൂത്രിതമായി എങ്ങനെയെങ്കിലും, അതാണ് ഇപ്പൊ ഈ ചർച്ച മുഴുവൻ ഉണ്ടാക്കുന്ന അങ്ങനെയാണല്ലോ. അല്ലാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വീണ ടീയുടെ അല്ലെങ്കിൽ വീണ തൈക്കണ്ടി പിന്നെ ED അന്വേഷണമാണെങ്കിൽ നിങ്ങൾക്കാർക്കും നമ്മൾ ഈ ചാനൽ മുറികളിൽ ഇത്രയും മണിക്കൂറുകൾ ഇതിനു വേണ്ടി ചെലവഴിക്കില്ലല്ലോ. അത് പിണറായി വിജയന്റെ മകളായത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. രാഷ്ട്രീയമായി നമ്മൾ കാണുന്നത്. അങ്ങനെ പണം കൈപ്പറ്റിയത് അല്ലല്ലല്ല, അങ്ങനെ നമ്മളങ്ങനെ അല്ലല്ല. ശരി, അവർക്കെതിരെ ഒരു FIR പോലും ഇല്ലാത്ത ഒരു ആളെ കുറിച്ച് അങ്ങനെ പറയരുത്. നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നുണ പറയരുത്, ഇങ്ങനെ പറയരുത്. പിണറായി വിജയന്റെ മോള് വീണ തൈക്കണ്ടി ആയതുകൊണ്ടാണ് പിന്നെ ഈ കരാറുണ്ടായത്. CMR-ലോട്ട് അങ്ങനെയൊക്കെ പറയരുത്. അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാണ് നമുക്ക് പറ്റുന്നത്? ഇല്ല. ഇത്തരത്തിലുള്ള നരേഷനുകൾ വസ്തുതകളാണ് സംസാരിക്കേണ്ടത്. ഒരു FIR പോലും ഇല്ലാത്ത ഒരാൾക്കെതിരെ ഒരു സംശയാസ്പദമായി ED വന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നിട്ട് 242 കേസുണ്ടെന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. 242 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ വീണ ടീക്ക് അല്ലേ? പിൻവലിക്കാനുള്ള അതുകൊണ്ടാണ് CBI അവസാന വാക്കൊന്നും അല്ലല്ലോ. CBI അവസാന വാക്കല്ല. ഒന്ന്, CBI അവസാന വാക്കല്ല. CBI വരട്ടെ, CBI വന്നു കഴിഞ്ഞാലും CBI അവസാന വാക്കൊന്നും അല്ലല്ലോ. CBI-നെ യൂണിയൻ ഗവൺമെന്റിന്റെ ചട്ടുകമായി യൂണിയൻ ഗവൺമെന്റ് വളരെ നമ്മൾ നിഷ്കളങ്കമായി ഈ സംവിധാനങ്ങളെ മുഴുവൻ സമീപിക്കുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെ നിഷ്കളങ്കമല്ലല്ലോ ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റ്. ഉപയോഗിക്കുന്നു സുഹൃത്തെ. ആ രീതിയിൽ രാഷ്ട്രീയമായി നമ്മൾ തിരിച്ചറിയുന്നു, രാഷ്ട്രീയമായി അതിന്റെ തിരിച്ചറിയുന്നു, രാഷ്ട്രീയമായി നമ്മൾ അതിനെ നേരിടുന്നു. അതാണ് പ്രധാനം. ഓക്കെ, രാഷ്ട്രീയം തിരിച്ചറിയുന്നു, രാഷ്ട്രീയമായി നേരിടുന്നു. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. രാഷ്ട്രീയം പറയാനും അത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്തം CPM എന്ന് പറയുന്ന പാർട്ടിക്കുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. അതൊക്കെ നടന്നോട്ടെ. പക്ഷേ 2 കേസുകളിൽ, ഇപ്പൊ ഇവിടെ പരാമർശിക്കപ്പെട്ട 2 കേസുകളിലും ഓക്കെ രാജേഷ്, ഒരൊറ്റ നിമിഷം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് 2 കേസുകളിലും വളരെ ലളിതമായ ചോദ്യവും ലളിതമായ ഉത്തരവും CPM-ന് നൽകാൻ പറ്റുന്നതുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നവീൻ ബാബുവിന്റെ കേസ് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ വീണ വിജയനുമായി ബന്ധപ്പെട്ട, വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇന്നലെ അത് വളരെ വിശദമായി ചർച്ച ചെയ്താണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ആണ് വീണയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ, ഈ കേസിന്റെ തുടക്കം മുതൽ, പ്രാരംഭഘട്ടം മുതൽ വീണയാണ് പാർട്ടിയുടെ വീണ എന്ന നിലയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് CPM അവരുടെ ജിഹ്വയായി സംസാരിക്കുന്നു. CPM നേതാക്കൾ അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു. മാധ്യമ ചർച്ചകളിൽ അഹോരാത്രമായി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു വീണയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാൻ. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്ന് തുടക്കം മുതൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴും ആ ഉത്തരം കിട്ടിയില്ല. അപ്പോഴും നിങ്ങൾ പറയുന്നത് അതിനുള്ള മറുപടി ഇത് രാഷ്ട്രീയമാണ്, കണക്ട് ചെയ്യുന്നത് പിണറായി വിജയനിലേക്കാണ് എന്നുള്ളതാണ്. പക്ഷെ അവിടെ ലളിതമായ ഒരു മറുപടി ഉണ്ടായിരുന്നു. എന്ത് സേവനമാണ് വീണ വിജയൻ കമ്പനിക്ക് കൊടുത്തത് എന്നുള്ള ലളിതമായ ചോദ്യത്തിന് ഈ കണ്ട വാദങ്ങളൊക്കെ നിരത്തുന്ന ഇപ്പോഴത്തെയും പാർട്ടി സെക്രട്ടറി ശ്രീ MB ഗോവിന്ദൻ തൊട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധികൾ മുതൽ താങ്കൾ ഉൾപ്പെടെയുള്ള ഇടനിരീക്ഷകർക്ക് പറ്റിയിട്ടില്ല. അതാണ് കേസിന്റെ കാര്യം. അതിനകത്ത് ED വരുമ്പോഴും ബാക്കിയാകുന്ന ഒരു ചോദ്യം, ഒരു പ്രശ്നം, അടിസ്ഥാന വിഷയം എന്ന നിലയ്ക്കാണ് ഞാൻ അത് ഓർമ്മപ്പെടുത്തിയത്. ഇന്നത്തെ വിഷയം അതല്ല, എനിക്കും അറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനിയിപ്പോ നവീൻ ബാബുവിന്റെ കേസിലാകട്ടെ, താങ്കൾ പറഞ്ഞു CBI വന്നോട്ടെ, അന്വേഷിച്ചോട്ടെ, പറഞ്ഞു വന്നപ്പോൾ താങ്കൾ ആ പോയിന്റിലേക്ക് എത്തി. അത് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. CBI വന്നോട്ടെ, അന്വേഷിച്ചോട്ടെ എന്ന് ലളിതമായി മനസ്സിലാക്കുകയും ലളിതമായി പറയുകയും ചെയ്യാൻ എന്തുകൊണ്ട് CPM-ന് പറ്റുന്നില്ല? നേരത്തെ NV ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇതിനകത്ത് രാഷ്ട്രീയം നേരിട്ടിടപഴകുന്നില്ലല്ലോ. ഇതൊരു ക്രൈമാണ്. ആ ക്രൈമിൽ ആരും ഉത്തരവാദികളായിക്കോട്ടെ, അതിന്റെ ഭാഗമായി ആരും വന്നോട്ടെ, അത് CBI കണ്ടുപിടിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയത്തെ കുറിച്ച്, അങ്ങനെ രാഷ്ട്രീയമായി ചിന്തിക്കാൻ വകയുള്ള ഒരു കേസല്ലല്ലോ നവീൻ ബാബുവിന്റെ. അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിന് ശുപാർശ ചെയ്യുന്ന UDF ഗവൺമെന്റിന്റെ നിലപാട് അല്ല, UDF ഗവൺമെന്റിന്റെ നിലപാട് കേരളത്തിൽ ആദ്യമായിരുന്നു CBI വരുന്നത്.
പലതരത്തിലുള്ള ശക്തികൾ. കേരളത്തിൽ മാറി മാറി വന്ന അത് സർക്കാരുകളുടെ കമ്മ്യൂണിസ്റ്റ് കാലത്ത് CBI പല ഒരു കേസുകളിലും ശുപാർശ പാർട്ടിയെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ നശിപ്പിക്കാം? ശരി, പാർട്ടിയെ വേട്ടയാടുന്നതിന് വേണ്ടി ഇതിന് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.